കോട്ടയം നഗരത്തിൽ മദ്യലഹരിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. പാമ്പാടി സ്വദേശി വിനീതാണ് മരിച്ചത്. മദ്യപസംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മാങ്ങാനം സ്വദേശിയായ പ്രതി ശ്രീകാന്തിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, മദ്യലഹരിയിലാണ് കൊലപാതകം. കോഴിക്കോട് മയക്കുമരുന്ന് സംഘമാണോ ഈ ബിജുവിനെ പോലെ ഒരാളെ കൊലപ്പെടുത്തിയതെന്ന് നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ കോട്ടയത്ത് എന്താണ് സംഭവിച്ചത്? ഈ പ്രതി ശ്രീകാന്തും മദ്യപിച്ചിരുന്നു ആ സമയത്ത്? ഡോക്ടർ അരുൺകുമാർ, ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പ്രതിയായ ശ്രീകാന്ത് അതീവ മദ്യലഹരിയിലാണെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സെൻട്രൽ ജംഗ്ഷനിൽ ഇന്ന് രാത്രി 11:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇരുവരും തമ്മിൽ ഒരു തർക്കം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്നറിഞ്ഞ കൺട്രോൾ റൂമാണ് സ്ഥലത്തേക്ക് എത്തുന്നത്. പക്ഷേ കൺട്രോൾ എത്തുമ്പോഴേക്കും ഈ കുത്തിയ കത്തിയുമായി ഉയർത്തിപ്പിച്ച് നിൽക്കുന്ന ശ്രീകാന്തിനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടത്. തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പിന്നാലെ തന്നെ ഈ വിനീതിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിലവിൽ പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഈ മരിച്ച വിനീത് ഈ പ്രതിയായ ശ്രീകാന്തിന്റെ ഒരു ഫോൺ വിളിക്കാനായി മേടിച്ചു. പക്ഷേ അത് പിന്നീട് തിരിച്ചു കൊടുത്തില്ല. അതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഈ പ്രതിയായിട്ടുള്ള ശ്രീകാന്ത് അതീവ മദ്യലഹരിയിലായ തന്നെ കൂടുതലായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ കെട്ടിറങ്ങിയ ശേഷമേ വിശദമായി ചോദ്യം ചെയ്ത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഫോൺ വാങ്ങി അത് തിരികെ കൊടുക്കാത്തതിന്റെ തർക്കം അത് കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്നലെ രാത്രി 11:15 കോട്ടയം സെൻട്രൽ ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അഖിലാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തും ഒരു കൊലപാതകത്തിന്റെ വാർത്ത വരുന്നു.